നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ ഞാൻ കടലക്കറിയും കാണിക്കുന്നുണ്ട്. ഈ പുട്ട് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല മയമുള്ളതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനായിട്ട് 2 സിമ്പിൾ ടിപ്സ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കൂടെ തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തന്നെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി. അപ്പോൾ ഈ 2 റെസിപ്പിയും എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് ഒന്നാമത്തെ ടിപ്പ് ഞാനിവിടെ പറയുന്നത് ഒരു തേങ്ങയുടെ വെള്ളം ഇത് നമുക്ക് വേണം. അപ്പോൾ ഇത് ഞാനൊന്ന് ഉടച്ചെടുക്കുകയാണ്. എന്തായാലും പുട്ടിന് നമുക്ക് തേങ്ങ വേണം. അപ്പോൾ ആ തേങ്ങയുടെ വെള്ളം നമ്മൾ കളയരുത്. ഈ വെള്ളം നമുക്ക് വേണം. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ തേങ്ങ വെള്ളം ഒന്ന് അരിച്ചെടുക്കുകയാണ്, കാരണം ഇതിൽ കുറേ പൊടികളൊക്കെ ഉണ്ട്. ചെമ്പ പുട്ടുപൊടിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഏത് പുട്ടുപൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. 1 കപ്പ് ചെമ്പ പുട്ടുപൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കുന്നുണ്ട്. 1 നുള്ള് നല്ല ജീരകം ഇട്ടെടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടിപ്പ്, വെളിച്ചെണ്ണ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പുട്ടിന് നല്ല മണമാണ്, നല്ല മയമാണ്, നല്ല സോഫ്റ്റാണ്. വെളിച്ചെണ്ണ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് പുട്ടുപൊടിയാണെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഈ പൊടി നനയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ വെള്ളമാണ്. അപ്പോൾ ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ പൊടി നനച്ചെടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പൊടി നനയ്ക്കണമെങ്കിൽ പൊടി പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നൊരു കറക്കൊക്കെ കറക്കേണ്ടി വരും. പക്ഷേ ഇത് നമ്മൾ ഈ തേങ്ങ വെള്ളത്തിലാണിത് നനച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ പൊടി കട്ടയൊന്നും പിടിക്കുന്നില്ല, കണ്ടോ? നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. ഇതിനി വേറെ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തേങ്ങയുടെ മുഴുവൻ വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ നനച്ചെടുക്കാം. അപ്പോൾ എൻ്റെ പൊടി ഇതാ കട്ടയൊന്നും പിടിക്കാതെ തന്നെ നന്നായിട്ട് നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങ ചെരുകിയതും കൂടെ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടി നമ്മൾ നന്നായി നനച്ചെടുത്തിട്ടുണ്ട്. പുട്ടുംകുടത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ കുറ്റി വെച്ചുകൊടുത്താൽ മതി. ഞാനിതിലേക്ക് ഒരു ചില്ലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ നിറയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ പുട്ടും കുറ്റി ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് നനച്ചതിന് ശേഷം ഈ പൊടിയും തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫില്ല് ചെയ്യാൻ തുടങ്ങാം. കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടി, കുറച്ച് തേങ്ങ, വീണ്ടും കുറച്ച് പൊടി. അപ്പം നല്ല പ്രസ് ചെയ്ത് നമ്മൾ നിറയ്ക്കണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ഇത് വേവിക്കാൻ വെക്കാം. പുട്ടുംകുടത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമുക്കിത് വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കാം. ഇനി ഇത് കിടന്ന് വേവട്ടെ. നന്നായി ആവി വന്നതിന് ശേഷം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ആവി വരാൻ തുടങ്ങിയിട്ട് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ അടുപ്പത്തു നിന്ന് എടുത്ത അപ്പം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാതെ ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ബാക്കിയുള്ള പൊടിയും പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അടുത്ത പുട്ടുകൂടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പുട്ടുകൂടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ 1 കപ്പ് പൊടിക്ക് 2.5 കുറ്റി ഉണ്ടാക്കാം കേട്ടോ. കുറച്ചും കൂടെ പൊടി ബാക്കിയുണ്ട്. അപ്പോൾ 2.5 കുറ്റി പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറിയും കൂടെ കാണിച്ചു തരാം. 1/2 കപ്പ് കടല ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. 1 പിടി ചെറിയുള്ളി ഇങ്ങനെ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവാളയും ചേർത്തുണ്ടാക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇത്തിരി കറിവേപ്പില, ഒരു 4 പച്ചമുളക് കീറിയത്, ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം.
കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. കടല മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ അടുപ്പത്ത് വെച്ച് വേവിക്കാം. ആദ്യം ഫ്ലെയിം ഹൈ ആക്കി വെക്കാം, എന്നിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ലോ ആക്കാം, എന്നിട്ട് 2-3 വിസിൽ അടുപ്പിക്കാം. അപ്പോൾ കടലയെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കടലയ്ക്ക് കൂടെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനൊരു കയ്യിൽ കടല മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ കടല ഇവിടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് ലൂസാക്കിയെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലയൊക്കെ തയ്യാറാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാണ്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, നേരത്തെ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഓരോരുത്തർ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരിത്തിരി മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഒന്ന് ചതച്ചെടുത്ത കുരുമുളക് കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ ചേർത്ത് കഴിയുമ്പോഴൊരു പ്രത്യേക രസമായിരിക്കും. ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പൊടികളുടെ മണക്കം മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലയും കടല വേവിച്ചിട്ടുള്ള വെള്ളവും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രേവിക്ക് അധികം തിക്കില്ല. അപ്പോൾ ഈ ഗ്രേവിക്ക് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കടല എടുത്തിട്ടൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ അരപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തേങ്ങ വറുത്തരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ചേരുവകളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കിടന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ നോക്കുക, അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ 5 മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളും കടലയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുട്ടിന് നല്ലൊരു കോമ്പിനേഷനാണ് കടലക്കറി. അപ്പോൾ ഇതിനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ പുട്ടും കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഏത് പൊടി കൊണ്ടും നമുക്കിതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള 2 ടിപ്സാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ പുട്ടും കടലക്കറിയും എല്ലാവർക്കും ഇഷ്ടമായി കൊണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.